നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലെ നടന്ന ISL മത്സരത്തിൽ മുംബൈ സിറ്റി FC വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരമായിരുന്നു നടന്നത്. ആ മത്സരത്തിൽ കരുത്തരായ മുംബൈ സിറ്റി FCനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ജംഷഡ്പൂർ FC. 1-1 എന്ന നിലയിൽ മത്സരം അവസാനിക്കുക തന്നെയായിരുന്നു. ആദ്യ പകുതിയിൽ മത്സരങ്ങൾ സമനിലയിൽ അവസാനിപ്പിച്ചപ്പോൾ രണ്ടാം പകുതിയിലായിരുന്നു ഗോളുകൾ അടിക്കാൻ തുടങ്ങിയതും. ജംഷഡ്പൂർ FC ആയിരുന്നു 60-ാം മിനിറ്റിൽ ഗോൾ നേടിക്കൊടുത്തത്. എന്തായാലും ജംഷഡ്പൂർ FCക്ക് വേണ്ടി വിദേശ താരമായ ജാവിയർ സിവേരിയാണ് ഗോൾ നേടിക്കൊടുത്തത്. മുംബൈ സിറ്റി FC 74-ാം മിനിറ്റിൽ ലലിയൻസ് വല ചന്തയിലൂടെ ഒരു ഗോൾ നേടി മത്സരം സമനിലയിൽ അവസാനിപ്പിക്കുക തന്നെയായിരുന്നു. എന്തായാലും ഡാനിയൽ ഷീമ എന്ന് പറയുന്ന ജംഷഡ്പൂർ FC താരത്തിന് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. പോയിൻ്റ് ടേബിളിൽ 11-ാം സ്ഥാനത്തും 12-ാം സ്ഥാനത്തും കിടക്കുന്ന ടീമാണ് ചെന്നൈയിൻ FCയും അതേപോലെ തന്നെ ഹൈദരാബാദ് FCയും. ഈ സീസണിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന രണ്ട് ടീമുകളാണ്. എന്തായാലും ഇന്ന് അവർ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ചെന്നൈയിൻ FC 11-ാം സ്ഥാനത്തും ഹൈദരാബാദ് FC 12-ാം സ്ഥാനത്തുമാണ് നിലനിൽക്കുന്ന ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള പ്ലസ് ഫുട്ബോൾ ആരാധകർക്ക് സന്തോഷിക്കാൻ വകയുള്ള ന്യൂസാണ്. എന്തായാലും നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് വരും സീസണുകളിലെ സൈനികൾക്ക് വേണ്ടി ഇപ്പോഴേ ഓരോ താരങ്ങളെ ടീമിൽ എത്തിക്കുകയാണ്. എന്തായാലും അതിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വെടിക്കെട്ട് സൈനിങ് നടത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആരാന്ന് നോക്കുകയാണെങ്കിൽ FC ഗോവയ്ക്ക് വേണ്ടി ഗോളടി വേട്ടക്കാരനായ നോവാസ് സദൈ എന്ന് പറയുന്ന മൊറോക്കൻ താരത്തിനെയാണ് ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമം നടത്തിയിരിക്കുന്നത്. 30 വയസ്സുള്ള ഈ താരം വിങ്ങർ പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. ഏകദേശം 4.36 കോടി രൂപയോളം താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് താരത്തിന് പകരമാണ് നോനെ സ്വന്തമാക്കാൻ പോകുന്നു എന്നാണ് ആരാധകരുടെ ചോദ്യം. എന്തായാലും വരും ദിവസങ്ങളിൽ ഒരു വമ്പൻ സൈനിങ് ബ്ലാസ്റ്റേഴ്സിനെ പ്രതീക്ഷിക്കാം. വീഡിയോയുടെ ചേർത്തതും താങ്ക് യു ഗൈസ്.